ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 29-30 ദശകങ്ങൾ നോക്കാം. ആദ്യം 29ാമത്തെ ദശകം, അമൃതാഹരണവും അസുര നിഗ്രഹവും. ഒന്നാമത്തെ ശ്ലോകം: ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരസ്സു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദധിതദേവ ഭവത്പ്രഭാവാദുദ്യസ്വയൂദ്യ കലഹ ദിതിജാ ബഭൂവുഃ. പദം മുറിച്ച് പറയാം. ഉദ്ഗച്ഛതഃ തവ കരാത് അമൃതം ഹരസ്സു ദൈത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യഃ തിരോദധിത ദേവ ഭവത് പ്രഭാവാത് ഉദ്യസ്വയൂദ്യ കലഹാഃ ഉദ്യത് സ്വയൂദ്യ കലഹ ദിതിജ ബഭൂവുഃ. ഉദ്ഗച്ഛതഃ തവ കരാത്, ഉയർന്നു വരുന്ന അങ്ങയുടെ കരങ്ങളിൽ നിന്ന്, ദൈത്യേഷു അമൃതം ഹരസ്സു, അസുരന്മാരെ അമൃത് തട്ടിയെടുത്തപ്പോൾ, അശരണാൻ താൻ ദേവാൻ, അശരണരായ എന്ന് പറയുമ്പോൾ തിരിച്ചെടുക്കാൻ പ്രാപ്തിയില്ലാതെ യാതൊരു പോംവഴിയും കാണാതെ വിവശരായി നിൽക്കുന്ന താൻ ദേവാൻ, ആ ദേവന്മാരെ അനുനയിപ്പിച്ചിട്ട് സാന്ത്വനിപ്പിച്ചിട്ട് ദേവ ഗുരുവായൂരപ്പ സദ്യഃ പെട്ടെന്ന് തന്നെ തിരോധാനം ചെയ്തു, മറഞ്ഞു. ദിതിജാഹ അസുരന്മാരാണെങ്കിൽ ഭവത് പ്രഭാവാത് അവിടുത്തെ പ്രഭാവം കൊണ്ട്, പ്രേരണ കൊണ്ട്, ഉദ്യത് സ്വയൂദ്യ കലഹാഹ ബഭൂവു, സ്വന്തം കൂട്ടരുമായി തന്നെ കലഹിക്കാൻ പുറപ്പെട്ടവരും ആയിത്തീർന്നു എന്ന് പറയുമ്പോൾ അസുരന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാൻ തുടങ്ങി. ഇവിടെ ധന്വന്തരിമൂർത്തി അമൃതകലശവുമായി അങ്ങനെ ഉയർന്നു വന്ന സമയത്ത് അസുരന്മാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആ അമൃത കലശത്തെ അതിവേഗത്തിൽ അപഹരിച്ചു. അത് കണ്ട ദേവന്മാർ ഭഗവാനെ ശരണം പ്രാപിച്ചു. അമൃത് പാനം ചെയ്യാനുള്ള അത്യാഗ്രഹത്തോടു കൂടിയ അസുരന്മാർ ഞാൻ ആദ്യം എന്ന് പറഞ്ഞ് കലഹിക്കാൻ തുടങ്ങി. അഹം പൂർവം നത്വമിതി പ്രഭോ. ഭാഗവതം. ഇനി രണ്ടാമത്തെ ശ്ലോകം: ശ്യാമാം രുജാഭി വയസാഭി തനും തദാനീം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാഃ പ്രതിയയുസ്ത്വദുരോജകുംഭേ. പദം മുറിച്ച് പറയാം. ശ്യാമാം രുജ അഭി വയസ അഭി തനും തദാനീം പ്രാപ്തഃ അസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാഃ പ്രതിയയുഃ ത്വദ് ഉരോജകുംഭേ. തദാനീം ത്വം അപ്പോൾ അവിടുന്ന്, രുജ അഭി വയസ അഭി കാന്തി കൊണ്ടും പ്രായം കൊണ്ടും, ശ്യാമാം ശ്യാമസുന്ദരിയായിട്ട്, തുങ്ക തടിച്ചുയർന്ന, കുജമണ്ഡല ഭംഗുരാം സ്തനങ്ങളാൽ അല്പം അകത്തേക്ക് വളഞ്ഞ തനും ശരീരത്തെ, പ്രാപ്തഃ അസി പ്രാപിച്ചവനായി തീർന്നു, മോഹിനി രൂപത്തെ കൈക്കൊണ്ടു എന്നർത്ഥം. സർവേ അത് കണ്ട അസുരന്മാരെല്ലാവരും പീയൂഷ കുംഭകലഹം പരിമുച്യ അമൃതകുംഭത്തെക്കുറിച്ചുള്ള കലഹം ഉപേക്ഷിച്ചിട്ട്,
ത്വതുരോജകുംഭേ തൃഷ്ണ ആകുലാഹ. ഭഗവാനെ, അവിടുത്തെ കുജകുംഭങ്ങളിൽ ആസക്തി വർദ്ധിച്ചിട്ട് പ്രതിയയുഹു, മോഹിനി രൂപം ധരിച്ച അങ്ങയുടെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഇവിടെ അസുരന്മാരിങ്ങനെ കലഹിച്ചു കൊണ്ടിരുന്നപ്പോൾ സകല കാര്യങ്ങളെയും അനായാസേന സാധിക്കാനുള്ള ഉപായത്തെ നല്ലതുപോലെ അറിയുന്ന സർവശക്തനായ ഭഗവാൻ അത്യത്ഭുതമായിരിക്കുന്ന സ്ത്രീ രൂപത്തെ സ്വയമേവ സ്വീകരിച്ചു. കാന്തി കൊണ്ടും പ്രായം കൊണ്ടും ശ്യാമസുന്ദരിയായിട്ട് സ്തനഭാരത്താൽ അല്പമൊന്ന് അകത്തേക്ക് വളഞ്ഞ ശരീരത്തോടു കൂടിയ ഭഗവാന്റെ മോഹിനി രൂപത്തെ കണ്ടപ്പോൾ അസുരന്മാർ പെട്ടെന്ന് തന്നെ അമൃത കലശത്തെ ഉപേക്ഷിച്ചിട്ട് മോഹിനിയുടെ കുജകലശങ്ങളിൽ ആകൃഷ്ടരായിട്ട് എല്ലാവരും ഒരുമിച്ച് ഭഗവാന്റെ നേരെ തിരിഞ്ഞു എന്ന് പറയാണ്. ഇനി മൂന്നാമത്തെ ശ്ലോകം. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിത്യാരൂഢരാഗവിവശാൻ അഭിയാജതോ മൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലബന്നഭി സുവിശ്വസിതാനദാനീഹി. പദം മുറിച്ച് പറയാം. കാ ത്വം മൃഗാക്ഷി വിഭജസ്വ സുധാം ഇമാം ഇതി ആരൂഢരാഗവിവശാൻ അഭിയാചതഃ അമൂൻ വിശ്വസ്യതേ മയി കഥം കുലട അസ്മി ദൈത്യ ഇതി ആലബൻ അഭി സുവിശ്വസിതാൻ അദാനീഹി. മൃഗാക്ഷി, മാനിൻ്റേതുപോലെയുള്ള കണ്ണുകളോടുകൂടിയ സുന്ദരി. കാ ത്വം, ആരാണ് നീ? ഇമാം സുധാം വിഭജസ്വ, ഈ അമൃതിനെ പങ്കുവച്ചാലും. ഇതി അഭിയാചത, എന്നിങ്ങനെ നേരിട്ടപേക്ഷിക്കുന്നവരും. ആരൂഢരാഗവിവശാൻ, വല്ലാത്ത അനുരാഗം കൊണ്ട് വല്ലാതെ വലഞ്ഞവരുമായ അമൂൻ, ഇവരോട്, ഈ അസുരന്മാരോട്, ദൈത്യ അവരോട് പറയാണ്, അസുരന്മാരെ, ഭഗവാൻ പറയാണ്, അസുരന്മാരെ, മയി കഥം വിശ്വസ്യതേ, എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കുലട അസ്മി, ഞാനൊരു കുലടയാണല്ലോ. ഇതി ആലബൻ അഭി, എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സുവിശ്വസിതാൻ അദാനീം, അവരെയെല്ലാം ഭഗവാനിൽ വിശ്വാസമുള്ളവരാക്കി തീർത്തു. അത്യത്ഭുതകരമായ ആ മോഹിനി രൂപത്തെ കണ്ടിട്ട്, ഭഗവാന്റെ മോഹിനി രൂപത്തെ കണ്ടിട്ട് അസുരന്മാർ ചോദിക്കുകയാണ്, ഹേ സുന്ദരി, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെ ഒരുപോലെ ഇളക്കി തീർക്കുന്ന നീ ആരാണ്? ആരായാലും നിന്നെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ്. ഞങ്ങൾ തമ്മിലുള്ള ഈ തർക്കത്തിന് ഇപ്പോൾ ഒരു തീർപ്പുണ്ടാക്കണം. ഈ അമൃത് ഒന്ന് ഭാഗിച്ചു തരണം. ഇത് കേട്ട ശ്രീഹരി കടക്കണ്ണുകൊണ്ട് അവരെ ഒന്ന് കടാക്ഷിച്ചിട്ട് പറയാണ്, പുതിയ പുതിയ പുരുഷന്മാരെയും സുഖവസ്തുക്കളെയും തേടിക്കൊണ്ട് നടക്കുന്ന എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇത് കേട്ടപ്പോൾ അസുരന്മാരുടെ വിശ്വാസം വർദ്ധിക്കുകയാണുണ്ടായത്. ഇനി നാലാമത്തെ ശ്ലോകം. മോദാസുധാ കലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമഃ സഹധ്വമിതി ബ്രുവാണാം പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമദാസുധാം താം. പദം മുറിച്ച് പറയാം. മോദാത് സുധാകലശം യേഷു ദദസ്സു സാ ത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വം ഇതി ബ്രുവാണ പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവ ദൈത്യ ലീലാവിലാസഗതിഭി സമദാഹ സുധാം താം. യേശു മോദാത്, ഈ അസുരന്മാര് സന്തോഷത്തോടെ സുധാകലശം, അമൃതകലശം ദദസ്സു, കൊടുത്തപ്പോൾ, സാത്വം, ആ അവിടുന്ന്, മോഹിനിയായ അവിടുന്ന്, മമ ദുശ്ചേഷ്ടിതം സഹധ്വം, നിങ്ങൾക്കിഷ്ടമല്ലാത്ത എൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വന്നാൽ അതെല്ലാം
ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താലും ക്ഷമിച്ച് മിണ്ടാതിരിക്കണം എന്നർത്ഥം. അപ്പം അങ്ങനെ ഇതി ധ്രുവാണ എന്ന് പറഞ്ഞിട്ട് പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവ ദൈത്യ ദേവാസുരന്മാരെ വേറെ വേറെ വരിയിൽ ഇരുത്തിയിട്ട് താം സുധാം ആ അമൃതിനെ ലീലാവിലാസഗതിഭിഹി ആടിക്കുഴഞ്ഞ് മന്ദഗതിയോട് കൂടിയിട്ട് സമദാഹ നന്നായിട്ട് വിളമ്പി. ഇവിടെ അമൃത കലശവും കൊണ്ട് അവരുടെ അടുത്തുകൂടി ആ അസുരന്മാരുടെ അടുത്തുകൂടി തന്നെ കടന്നു പോയിട്ട് ഭഗവാൻ ആ അസുരന്മാരെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം കൊണ്ടും മധുരമായ സംസാരം കൊണ്ടുമൊക്കെ അവരുടെ മനസ്സിനെ വശീകരിച്ചിട്ട് ദൂരെ ഇരിക്കുന്ന ദേവന്മാർക്ക് അമൃത് നന്നായി വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അസുരന്മാരെ അത് കണ്ട് ക്ഷമിച്ചിരിക്കുകയാണ്. കാരണം ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ചെയ്താൽ ക്ഷമിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി 5-ാമത്തെ ശ്ലോകം. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വഥ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ദപരിപീതസുധം ബലാവീഹി. പദമുറിച്ച് പറയാം. അസ്മാസു ഇയം പ്രണയിനി ഇതി അസുരേഷു തേഷു ജോഷം സ്ഥിതേഷു അഥ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശകഃ നിജരൂപം ഏത്യ സ്വർഭാനും അർദ്ധപരിപീതസുധം വ്യലാവീഹി. തേഷു അസുരേഷു ആ അസുരന്മാർ ഇയം അസ്മാസു പ്രണയിനി ഇവള് നമ്മളിൽ അനുരക്തയാണ്. ഇതി ജോഷം സ്ഥിതേഷു എന്ന് കരുതി മിണ്ടാതിരുന്നപ്പോൾ അഥ പെട്ടെന്ന് തന്നെ ഭക്തലോക വശകഃ ത്വം ഭക്തജനങ്ങൾക്ക് അധീനനായ ഗുരുവായൂരപ്പ അവിടുന്ന് സുധാം അമൃതിനെ സുരേഷു സമാപ്യ ദേവന്മാർക്ക് മാത്രം വിളമ്പി എത്തിച്ചു. അർദ്ധപരിപീതസുധം സ്വർഭാനു അമൃത് അസാരം അകത്താക്കിയ രാഹുവിനെ സ്വർഭാനു എന്ന് പറഞ്ഞ രാഹു ആ രാഹുവിനെ നിജരൂപം ഏത്യ സ്വന്തം രൂപം കൈക്കൊണ്ടിട്ട് വ്യലാവീഹി അറുത്തു കളഞ്ഞു. രാഹുവിൻ്റെ കഴുത്തറുത്തു. അപ്പോൾ മോഹിനിയുടെ ലീലാവിലാസങ്ങളിൽ അങ്ങനെ ലയിച്ചുപോയ അസുരന്മാർ ഇവള് തങ്ങളിൽ അനുരക്തയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ സ്ത്രീരൂപത്തിൽ അങ്ങനെ മയങ്ങിപ്പോയതുകൊണ്ട് അമൃത് വിളമ്പുന്നതിൽ ഒട്ടും തന്നെ ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ രാഹു അത് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് ദേവൻ്റെ വേഷം ധരിച്ചിട്ട് ദേവന്മാരുടെ വരിയിൽ പോയി ഇരുന്നിട്ട് ലേശം അമൃത് അകത്താക്കി. ഇതറിഞ്ഞ വിഷ്ണു പെട്ടെന്ന് തന്നെ സ്വന്തം രൂപം സ്വീകരിച്ച് ചക്രം കൊണ്ട് രാഹുവിൻ്റെ കഴുത്തറുത്തു. ഇനി 6-ാമത്തെ ശ്ലോകം. ത്വത്തസുധാഹരണയോഗ്യഫലം പരേഷു ദത്വാഗതേ ത്വയി സുരൈ ഖലു തേ വ്യഗൃഹ്ണൻ ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായാ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസീഹി. പദമുറിച്ച് പറയാം. ത്വത്തഃ സുധാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈഹി ഖലു തേ വ്യഗൃഹ്ണൻ ഘോരേ അഥ മൂർച്ഛതി രണേ ബലിദൈത്യ മായാ വ്യാമോഹിതേ സുരഗണേ ത്വം ഇഹ ആവിരാസീഹി. ത്വത്തഃ അങ്ങയിൽ നിന്ന് സുധാഹരണയോഗ്യഫലം അമൃത് തട്ടിയെടുത്തതിന് അനുരൂപമായ ശിക്ഷയെ ഫലത്തെ എന്ന് പറയുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലത്തെ പരേഷു ദത്വ ആ ശത്രുക്കൾക്ക് അസുരന്മാർക്ക് കൊടുത്തിട്ട് ത്വയി ഗതേ അവിടുന്ന് പോയപ്പോൾ തേ ഖലു അവരാകട്ടെ അസുരന്മാരാകട്ടെ സുരൈഹി വ്യഗൃഹ്ണൻ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി. അഥ അനന്തരം
രണേഘോരേ മൂർച്ഛതി. യുദ്ധം ഭയങ്കരമായി കൊടുമ്പിരി കൊണ്ടപ്പോൾ സുരഗണേ ദേവന്മാരെല്ലാവരും ബലി ദൈത്യ, ബലി എന്ന അസുരൻ്റെ മായാവ്യാമോഹിത, മായാപ്രയോഗത്താൽ മോഹിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇഹ അവിടെ ത്വം ആവിരാസീഹി അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തട്ടിപ്പറിച്ചതൊക്കെ പൊട്ടിത്തെറിച്ചു പോകും എന്ന് പറയുന്നത് പോലെ ഭഗവാനിൽ നിന്ന് അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്ന് ഭഗവാൻ അത് വാങ്ങി ദേവന്മാർക്ക് തന്നെ കൊടുത്തിട്ട് അസുരന്മാർ ചെയ്ത തെറ്റിന് അനുയോജ്യമായ ശിക്ഷ തന്നെ അവർക്ക്, ആ അസുരന്മാർക്ക് കൊടുത്തിട്ട് ഭഗവാൻ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് ബലി മായാപ്രയോഗം കൊണ്ട് ദേവന്മാരെ കീഴടക്കി. ഇതറിഞ്ഞ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇനി 7ാമത്തെ ശ്ലോകം. ത്വം കാലനേമി മഥമാലിമുഖാൻ ജഘന്ധാ ചക്രോ ജഘാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേ നമുജൗ ചലൂനെ ഭേനേന നാരദഗിരാ ഞരുണോരണം തം. പദമുറിച്ച് പറയാം. ത്വം കാലനേമിം അഥ മാലിമുഖാൻ ജഘന്ധ ശക്രഃ ജഘാന ബലി ജംഭ വലാൻ സപാകാൻ ശുഷ്ക ആർദ്ര ദുഷ്കര വധേ നമുജൗ ച ലൂനെ ഭേനേന നാരദഗിര ഞരുണഃ രണം തം. ത്വം കാലനേമിം അധ അവിടുന്ന് കാലനേമിയെയും അധ പിന്നെ മാലിമുഖാൻ ജഗന്ധ മാലി മുതലായവരെയും സംഹരിച്ചു. ശക്രഃ ദേവേന്ദ്രൻ സ പാകാൻ ബലി ജംഭ ബലൻ ജഘാന പാകൻ മഹാബലി ജംഭൻ ബലൻ എന്നിവരെ സംഹരിച്ചു. ശുഷ്ക ആർദ്ര ദുഷ്കര വധേ നമുജൗ ച ഉണങ്ങിയതുകൊണ്ടോ നനഞ്ഞതുകൊണ്ടോ കൊല്ലാൻ കഴിയാത്ത നമുജിയെയാകട്ടെ ഭേനേന ലൂനെ നുരക്കട്ട കൊണ്ട് വധിച്ചപ്പോൾ തം രണം നാരദഗിര ഞരുണഃ ആ യുദ്ധത്തെ അവിടുന്ന് നാരദൻ്റെ വാക്കിലൂടെ നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് കാലനേമിയെയും മാലി മുതലായവരെയും ഭഗവാൻ തന്നെ വധിച്ചു. അതുപോലെ ദേവേന്ദ്രൻ, പാകൻ, ബലി, ജംഭൻ, ബലൻ എന്നിവരെയും വധിച്ചു. ഇനി ഉണങ്ങിയതോ നനഞ്ഞതോ ആയ യാതൊരു വസ്തുക്കൾ കൊണ്ടും വധിക്കാൻ സാധിക്കാത്ത നമുജിയെ നുരക്കട്ട കൊണ്ട്, കടലിലെ നുര, കടൽ നുര, ആ കടൽ നുര കൊണ്ട് ഇന്ദ്രൻ തന്നെ വധിച്ചു. നമുജിയെ ഇന്ദ്രൻ വധിച്ചു. പിന്നീട് അസുരന്മാരെല്ലാം നശിച്ചു പോകുന്നത് കണ്ടിട്ട്, അങ്ങനെ ആ യുദ്ധത്തിലെ അസുരന്മാരെ ഓരോരുത്തരായിട്ട് ഇല്ലാതാവുന്നത് കണ്ടിട്ട് ബ്രഹ്മദേവൻ നാരദ മഹർഷിയെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നാരദ മഹർഷി അസുരന്മാരെ വധിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു. അപ്പോൾ പിന്നീട് നാരദ മഹർഷിയുടെ വാക്കിലൂടെ ഭഗവാൻ യുദ്ധത്തെ നിരോധിച്ചു എന്ന് പറയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. യോഷാവബുർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശഃ ഭൂതൈ സമം ഗിരിജയാച്ച ഗതഃ പദം തേ സ്തുത്വാ ബ്രവീദഭിമദം ത്വമഥോ തിരോധാഃ. പദം മുറിച്ച് പറയാം. യോഷാവബുഹു ധനുജ മോഹനം ആഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശഃ ഭൂതൈഃ സമം ഗിരിജയാ ച ഗതഃ പദം തേ സ്തുത്വാ അബ്രവീത് അഭിമദം ത്വം അഥോ തിരോധാഃ. ധനുജമോഹനം ആഹിതം അസുരന്മാരെയെല്ലാം മോഹിപ്പിക്കുന്ന വിധത്തിൽ തേ യോഷാവബുഹു ശ്രുത്വ അവിടുത്തെ സ്ത്രീരൂപത്തെക്കുറിച്ച് കേട്ടിട്ട് മഹേശഃ മഹാദേവൻ
വിലോകന കുതൂഹലവാൻ. അത് നന്നായി കാണാൻ കൗതുകം തോന്നിയിട്ട്, ആ മോഹിനി രൂപം ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ട്. ഭൂതൈഹി ഗിരിജയാ ച സമം, ഭൂതഗണങ്ങളോടും പാർവതിയോടും കൂടി തേ പദം ഗതഃ, അങ്ങയുടെ സ്ഥാനത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് വന്നിട്ട് സ്തുത്വാ സ്തുതിച്ചിട്ട് അഭിമതം അബ്രവീത്, ആഗ്രഹത്തെ അറിയിച്ചു. ത്വം അധോ തിരോധത, അതിനുശേഷം അങ്ങ് അവിടുന്ന് മറഞ്ഞു. അപ്പോൾ അസുരന്മാരെയെല്ലാം മോഹിപ്പിക്കുന്ന വിധത്തിൽ ഭഗവാൻ ഒരു സ്ത്രീ രൂപം ധരിച്ചതായി അറിഞ്ഞിട്ട് മഹാദേവന് അസുരന്മാരെ മുഴുവനും മോഹിപ്പിച്ച ആ മോഹിനി രൂപത്തെ ഒന്ന് കാണാൻ മഹാദേവന് ഒരു കൗതുകം തോന്നിയെന്നാണ്. അങ്ങനെ ഭൂതഗണങ്ങളെയും പാർവതിയെയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് മഹാദേവൻ വൈകുണ്ഠത്തിൽ എത്തി. അങ്ങനെ ആ ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാനോട് മഹാദേവൻ ആഗ്രഹം അറിയിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമൃത കലശം അസുരന്മാർ തട്ടിയെടുത്തപ്പോൾ അത് തിരിച്ചെടുക്കാൻ കണ്ട ഒരു മാർഗം മാത്രമാണ് അത്. സ്ത്രീരൂപം കൊണ്ടല്ലാതെ അസുരന്മാരെ മോഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീരൂപം ധരിച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കാമികൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആ രൂപം അങ്ങേക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറയുകയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. ആരാമസീമനി ച കന്ദുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂവേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. പദമർച്ച് പറയാം. ആരാമസീമനി ച കന്ദുകഘാതലീലാ ലോലായമാന നയനാം കമനീം മനോജ്ഞാം ത്വാം ഏഷ വീക്ഷ്യ വികളത് വസനാം മനോഭൂവേഗാത് അനംഗരിപു അംഗ സമാലിലിംഗ. ആരാമസീമനീച്ച കന്ദുകഘാതലീല ലോലായമാന നയനാം. ആരാമപ്രദേശത്ത് പന്തടിച്ച് കളിച്ചുകൊണ്ട് പന്തിനെ കണ്ണെറിയുന്നവളും മനോജ്ഞാം കമനീം ത്വാം, അതിമനോഹരിയായ ഒരു കാമിനിയായിട്ട് ത്വാം അങ്ങയെ ഏഷഃ അനംഗരിപുഃ വീക്ഷ്യ, കാമാന്തകനായ ഈ ശിവൻ അങ്ങയെ കണ്ടിട്ട് അംഗ ഭഗവാനെ വികളത് വസനാം ഉടയാട കിഴിഞ്ഞ അങ്ങയെ മനോഭൂവേഗാത് കാമപാരവശ്യത്താൽ സമാലിലിംഗ നന്നായൊന്ന് പുണർന്നു. അപ്പം ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്ത് അധിക നേരം കഴിയുന്നതിന് മുൻപ് തന്നെ ധാരാളം പുഷ്പങ്ങളും ചെന്തളിരുകളും അതൊക്കെ നിറഞ്ഞ വൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു പൂന്തോട്ടത്തിൽ ഒരു സ്ത്രീയെ മഹാദേവൻ കാണുകയാണ്. പന്തടിച്ച് കളിക്കുന്ന സമയത്ത് കുത്തഴിഞ്ഞ ഉടയാടയോടുകൂടിയ ഗുരുവായൂരപ്പ അങ്ങയെ കാമാന്തകനായ ശിവൻ ആലിംഗനം ചെയ്തു. ഇനി 10ാമത്തെ ശ്ലോകം. ഭൂയോബി വിദ്രുതവതിമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. പദമുറിച്ച് പറയാം. ഭൂയഃ അഭി വിദ്രുതവതീം ഉപധാവ്യ ദേവഃ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധഃ ത്വത് മാനിതഃ തവ മഹത്വം ഉവാച ദേവ്യൈ തത് താദൃശഃ ത്വം അവ തത്താദൃശസ്ത്വമവ വാദനികേതനാഥ. ഭൂയഃ അഭി വീണ്ടും വിദ്രുതവതീം കുതറിയോടിയ മോഹിനിയെ ദേവഃ ശിവൻ ഉപധാവ്യ പിന്തുടർന്നിട്ട് വീര്യപ്രമോക്ഷ വികസത് വീര്യം സ്ഖലിക്കയാൽ പരമാർത്ഥബോധഃ തത്വജ്ഞാനം നന്നായി മനസ്സിലാക്കിയിട്ട് ത്വത് മാനിതഃ ഗുരുവായൂരപ്പ അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ടവനായിട്ട്
തവ മഹത്വം, അങ്ങയുടെ മഹാത്മ്യത്തെ ദേവ്യൈ, പാർവതി ദേവിക്കായിക്കൊണ്ട് ഉവാച, പറഞ്ഞുകൊടുത്തു. വാദനികേതനാഥ, ഗുരുവായൂരപ്പ, തത്താദൃശ, അപ്രകാരമുള്ള ത്വം, അവിടുന്ന്, അവ, എന്നെ കാത്തരുളണേ. അപ്പോൾ മഹാദേവൻ ആലിംഗനം ചെയ്ത സമയത്ത് കുതറിയോടിയ മോഹിനിയെ മഹാദേവൻ പിന്തുടർന്നെത്തിയ സമയത്ത് വീര്യം സ്ഖലിച്ചപ്പോൾ തത്വജ്ഞാനം നന്നായി പ്രകാശിച്ചു. അനന്തരം ഗുരുവായൂരപ്പ, അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ടവനായിട്ട് ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് മഹാദേവൻ ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദിഷ്ട്യാത്വം വിബുധശ്രേഷ്ഠ സ്വാം നിഷ്ഠാമാത്മനാസ്ഥിത യന്മേ സ്ത്രീരൂപയാ സ്വൈരം മോഹിതോപ്യംഗ മായ. ഇവിടെ ഭഗവാൻ മഹാദേവനോട് പറഞ്ഞത് മഹാദേവൻ ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ സ്ത്രീരൂപത്തെ കണ്ട് അങ്ങ് മോഹിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ ആ മായയിൽ നിന്ന് സ്വയം വിമുക്തനായി. വേറൊരു ദേവനായിരുന്നുവെങ്കിൽ മോഹത്തിൽ നിന്ന് സ്വയം മുക്തനാകാൻ സാധിക്കില്ല. ഭക്തി കൊണ്ട് പരിശുദ്ധീകരിക്കപ്പെട്ട അന്ധക്കരണങ്ങളോട് കൂടിയവർക്കല്ലാതെ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ പ്രാപിച്ച മായയെ വേറൊരാൾക്ക് മറികടക്കാൻ സാധിക്കില്ല. അപ്പോൾ അനന്യസദൃശനായ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ കാത്തരുളണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് 29ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഇനി 30ാമത്തെ ദശകം, വാമനാവതാരം. 1ാമത്തെ ശ്ലോകം. ശക്രേണ സംയതിഹതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാം വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതഃ. പദം മുറിച്ച് പറയാം. ശക്രേണ സംയതി ഹതഃ അഭി ബലിഹി മഹാത്മാ ശുക്രേണ ജീവിതതനുഃ ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സ തവ ചക്രമുഖാത് അഭീതഃ. സംയതി ശക്രേണ ഹതഃ അഭി, യുദ്ധത്തിൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടുവെങ്കിലും ശുക്രേണ ജീവിതതനു, ശുക്രനാൽ ജീവൻ തിരിച്ചു കിട്ടിയ മഹാത്മാ സ ബലി, മഹാത്മാവായ ആ ബലി ക്രതുവർദ്ധിതോഷ്മാ, യാഗം ചെയ്ത് ബലം വർദ്ധിച്ച് വിക്രാന്തിമാൻ, മഹാപരാക്രമിയായിട്ട് തവ ചക്രമുഖാത് അഭീതഃ, ഭഗവാന്റെ ചക്രത്തിൻ്റെ മുന്നിലും ഭയമില്ലാത്തവനായിട്ട് ഭയനിലീനസുരാം ത്രിലോകീം, ഭയന്നോടിപ്പോയ ദേവന്മാരോടുകൂടിയ 3 ലോകങ്ങളെയും വശത്താക്കി. അപ്പോൾ പാലാഴിമഥനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടുവെങ്കിലും അസുരഗുരുവായ ശുക്രാചാര്യരെ തൻ്റെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ബലിയെ ജീവിപ്പിച്ചു. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയ ബലിയെ കൊണ്ട് ശുക്രാചാര്യര് വിശ്വജിത്ത് എന്ന ഒരു യാഗം കഴിപ്പിച്ചു. ആ യാഗത്തിലൂടെ ബലിയുടെ ശക്തി വർദ്ധിക്കുകയും മഹാപരാക്രമിയായി തീരുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ സുദർശന ചക്രത്തെ പോലും ഭയമില്ലാതായിട്ട് മഹാബലി 3 ലോകങ്ങളെയും വശത്താക്കി. ഇനി 2ാമത്തെ ശ്ലോകം. പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപദിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. പദമുറിച്ച് പറയാം. പുത്ര ആർത്തി ദർശന വശാത് അതിഥി വിഷണ്ണ തം കാശ്യപം നിജപദിം ശരണം പ്രപന്ന ത്വത് പൂജനം തദുദിതം ഹി പയോവ്രത ആഖ്യം സ
ദ്വാദശ അഹം അചരത് ത്വയി ഭക്തിപൂർണ. അതിഥി പുത്ര ആർത്തിദർശനവശാത് വിഷണ്ണ. ദേവമാതാവായ അതിഥി പുത്രന്മാരുടെ കഷ്ടത കണ്ട് ദുഃഖിച്ചിട്ട് നിജപതിം തം കാശ്യപം ഭർത്താവായ കശ്യപ മഹർഷിയെ ശരണം പ്രാപിച്ചു, കശ്യപ പ്രജാപതിയെ ശരണം പ്രാപിച്ചു. തദുദിതം പയോവ്രതാഖ്യം ഹി. അദ്ദേഹം ഉപദേശിച്ച പയോവ്രതം എന്നു പേരുള്ള ഒരു വ്രതം ആചരിച്ച് അങ്ങയെ പൂജിക്കുന്നതിലൂടെ ത്വയി ഭക്തിപൂർണ സാ ദ്വാദശാഹം അചരത്. തികഞ്ഞ ഭക്തിയോടുകൂടി ആ അതിഥി 12 ദിവസം ആ വ്രതം ആചരിച്ചു. അപ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നാടും വീടും ഒന്നുമില്ലാതെ അലഞ്ഞു നടക്കുന്ന മക്കളെ ഓർത്ത് ദുഃഖിച്ച അതിഥി ഭർത്താവായ കശ്യപ പ്രജാപതിയെ ശരണം പ്രാപിക്കുകയാണ്. കശ്യപ പ്രജാപതി ഉപദേശിച്ച പയോവ്രതം എന്ന് പറയുമ്പോൾ ഫാൽഗുനസ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രത അർച്ചയേതരവിന്ദാക്ഷം ഭക്ത്യ പരമയാന്വിത. ഭാഗവതം. മീനമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ ദ്വാദശി വരെയുള്ള 12 ദിവസം പാൽ മാത്രം ആഹാരമായി സ്വീകരിച്ചുകൊണ്ട് ആചരിക്കുന്ന ഒരു വ്രതം. അപ്പം അങ്ങനെ ഭർത്താവ് ഉപദേശിച്ചു കൊടുത്ത ആ വ്രതം, പയോവ്രതം, അതിഥി 12 ദിവസം ഭക്തിപൂർവം ആചരിച്ചു. ഇനി 3-ാമത്തെ ശ്ലോകം. തസ്യാവധൗ ത്വയി നിലീനമദേരമുഷ്യാ ശ്യാമശ്ചതുർഭുജവപു സ്വയമാവിരാസീഃ നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസീഃ. പദം മുറിച്ച് പറയാം. തസ്യ അവധൗ ത്വയി നിലീനമദേഃ അമുഷ്യാഃ ശ്യാമ ചതുർഭുജ വപുഃ സ്വയം ആവിരാസീഃ നമ്രാം ച താം ഇഹ ഭവത് തനയഃ ഭവേയം ഗോപ്യം മദ് ഈക്ഷണം ഇതി പ്രലപൻ അയാസീഃ. തസ്യ അവധൗ വ്രതം അവസാനിക്കുമ്പോൾ ത്വയി അങ്ങയിൽ നിലീനമദേഃ അമുഷ്യാഃ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ അതിഥിയുടെ മുൻപിൽ ശ്യാമഃ ചതുർഭുജ വപുഃ ത്വം സ്വയം ആവിരാസീഃ ശ്യാമസുന്ദരനായിട്ട് ചതുർഭുജധാരിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇഹ ഈ സമയത്ത് നമ്രാം താം ച നമസ്കരിച്ച് നിൽക്കുന്ന അതിഥിയോട് ഭവത്തനയോ ഭവേയം ഞാൻ ഭവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട്. മത് ഈക്ഷണം ഗോപ്യം എൻ്റെ ഈ ദർശനം രഹസ്യമായിരിക്കണം. ഇതി പ്രലപൻ അയാസീഹി എന്ന് അരുളി ചെയ്തിട്ട് മറഞ്ഞു. ഇവിടെ കശ്യപ പ്രജാപതി ഉപദേശിച്ചു കൊടുത്ത പയോവ്രതം എന്ന വ്രതം 12 ദിവസം ഭക്തിപൂർവം ആചരിച്ച അതിഥിയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ശ്യാമളവർണ്ണനും ചതുർഭുജധാരിയുമായി സ്വയം പ്രത്യക്ഷനായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച അതിഥിയോട് ഭവതിയുടെ പുത്രനായിട്ട് ഞാൻ അവതരിക്കുന്നതാണ്, എൻ്റെ ഈ ദർശനം, അപ്പോൾ ഒന്നുകൂടെ പറയാണ്, എൻ്റെ ഈ ദർശനം രഹസ്യമായിരിക്കണം, അത് ആരും അറിയാൻ പാടില്ല, അത് ആരും അറിയരുത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറയാണ്. ഇനി 4-ാമത്തെ ശ്ലോകം. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകടവൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. പദം മുറിച്ച് പറയാം. ത്വം കാശ്യപേ തപസി സന്നിദധത് തദാനീം പ്രാപ്തഃ അസി ഗർഭം അതിഥേഃ പ്രണുതഃ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. തദാനീം
ത്വം കാശ്യപേ തപസി സന്നിധത്. അനന്തരം ഭഗവാൻ കാശ്യപന്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് അതിദേഹേ ഗർഭം പ്രാപ്ത അസി, അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. വിധാത്ര പ്രണുത, ബ്രഹ്മാവ് പ്രകീർത്തിച്ചു. സാ, ആ അതിഥി പ്രകടവൈഷ്ണവ ദിവ്യരൂപം, വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിക്കുന്ന ഭവന്തം, അങ്ങയെ ദ്വാദശി ശ്രവണ പുണ്യദിനെ, ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിൽ പ്രാസൂതാച്ച, പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പിന്നീട് ഭഗവാൻ കാശ്യപന്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തു. അനന്തരം അതിഥിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ഇതറിഞ്ഞ ബ്രഹ്മാവ് പ്രകീർത്തിച്ചു. അങ്ങനെ ദ്വാദശി തിഥിയും തിരുവോണം നക്ഷത്രവും കൂടിച്ചേരുന്ന ആ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രകടമായ വൈഷ്ണവരൂപത്തോടുകൂടി തന്നെ അതിഥി ഗുരുവായൂരപ്പ അങ്ങയെ പ്രസവിക്കുകയും ചെയ്തു എന്ന് മേൽപ്പത്തൂർ പറയാണ്. ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജ ചക്ര പിശങ്കവാസ നളിനായ ദക്ഷണ. ഭാഗവതം. ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ താമരക്കണ്ണനായിട്ട്, ചതുർഭുജധാരിയായിട്ട്, 4 തൃക്കൈകളിലും ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ട് അതിഥിയിൽ ആവിർഭവിച്ചു. ഇനി 5ാമത്തെ ശ്ലോകം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരകുലേ കൃതദൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി ദുദഃ പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാധാഹ. പദമുറിച്ച് പറയാം. പുണ്യാശ്രമം, പുണ്യ ആശ്രമം, തം അഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷ ആകുലേ, ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാ അഞ്ജലിം ജയ ജയ ഇതി നുദഃ പിതൃഭ്യാം ത്വം തത് തക്ഷണേ പടുതമം വടുരൂപം ആധാഹ. ഹർഷാകുലേ സുരഗണേ, സന്തോഷപരവശരായ ദേവഗണങ്ങള്, കൃതദൂര്യഘോഷേ, പെരുമ്പറ മുഴക്കിക്കൊണ്ട്, തം പുണ്യാശ്രമം പുഷ്പവർഷൈഹി അഭിവർഷതി, ആ പുണ്യാശ്രമത്തില് പുഷ്പവൃഷ്ടി നടത്തി. പിതൃഭ്യ, മാതാപിതാക്കള്, അഞ്ജലിം ബദ്ധ്വാ ജയ ജയ ഇതി നുദഃ, കൈകൂപ്പിക്കൊണ്ട് ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് സ്തുതിച്ചു. അപ്പോൾ തക്ഷണേ, ഉടനെ തന്നെ, പടുതമം വടുരൂപം ആധാഹ, കുറച്ച് വളർന്ന ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തെ പ്രാപിച്ചു. അപ്പോൾ ഇവിടെ ഭഗവാൻ അവതരിച്ച സമയത്ത് ദേവഗണങ്ങൾ പെരുമ്പറ മുഴക്കിക്കൊണ്ട് സന്തോഷപരവശരായിട്ട് ഭഗവാൻ അവതരിച്ച ആ പുണ്യാശ്രമത്തിൽ പുഷ്പവൃഷ്ടി നടത്തി എന്ന് പറയാൻ. അച്ഛനമ്മമാർ കശ്യപ പ്രജാപതിയും അതിഥിയും അവിടുന്ന് ജയിച്ചാലും എന്നിങ്ങനെ സ്തുതിച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഭഗവാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തെ പ്രാപിച്ചു. ഇനി 6ാമത്തെ ശ്ലോകം. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ചീദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാന ദേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. പദമുറിച്ച് പറയാം. താവത് പ്രജാപതിമുഖൈഃ ഉപനീയ മൗഞ്ചി ദണ്ഡ അജിന അക്ഷവലയ ആദിഭിഃ അർച്യമാനഃ ദേദീപ്യമാനവപുഃ ഈശ കൃത അഗ്നികാര്യഃ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃത അശ്വമേധം. ഹേ ഈശ, ഗുരുവായൂരപ്പ, താവത് അപ്പോൾ, പ്രജാപതിമുഖൈഹി ഉപനീയ, കാശ്യപൻ തുടങ്ങിയവരാല് ഉപനയനം നടത്തിയവനായിട്ട്, മൗഞ്ചി ദണ്ഡാജിന അക്ഷ
വലയ ആദിഭിः അർച്യമാനഃ ത്വം. മേഖല, ദണ്ഡം, കൃഷ്ണാജിനം, അക്ഷമാല എന്നിവ കൊണ്ട് അർച്യമാനഃ ത്വം അർച്ചിക്കപ്പെട്ട അവിടുന്ന്, ദേദീപ്യമാനവപുഃ ഉജ്ജ്വല തേജസ്വിയായിട്ട്, കൃത അഗ്നികാര്യ അഗ്നിപൂജ ചെയ്ത്, പ്രകൃത അശ്വമേധം അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന, ബലിഗൃഹം പ്രാസ്ഥിതാഹ മഹാബലിയുടെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ പിന്നീട് കശ്യപ പ്രജാപതിയുടെ കാർമ്മികത്വത്തിൽ അവിടെ ഉപനയനം നടക്കുകയാണ്. ആ സമയത്ത് സൂര്യദേവൻ ഗായത്രി ഉപദേശിച്ചു, ബൃഹസ്പതി പൂണൂല് ധരിപ്പിച്ചു, കശ്യപ പ്രജാപതി അരയിലെ മേഖല കെട്ടിക്കൊടുത്തു, മാതാവായ അതിഥി കൗബീനം കൊടുത്തു, ചന്ദ്രൻ ദണ്ഡു കൊടുത്തു, സരസ്വതി ദേവി അക്ഷമാല കൊടുത്തു, ഭൂമിദേവി മാൻതോല് കൊടുത്തു, ബ്രഹ്മാവ് കമണ്ടല് കൊടുത്തു, ആകാശം കുട കൊടുത്തു, സപ്തർഷികള് ദർഭ കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് അതിന് വേണ്ട, ആ ഉപനയനത്തിന് വേണ്ട ഓരോ വസ്തുക്കളും ഓരോരുത്തരായിട്ട് അവിടെ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഉപനയനത്തിന് ശേഷം ഭഗവാൻ അശ്വമേധയാഗം നടക്കുന്ന യാഗശാലയിലേക്ക് പുറപ്പെട്ടു. ഇനി 7ാമത്തെ ശ്ലോകം. ഗാത്രേണ ഭാവി മഹിമോജിത ഗൗരവം പ്രാഗ്വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസീഹി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേ ശിവ സന്നിധാതും. പദം മുറിച്ച് പറയാം. ഗാത്രേണ ഭാവി മഹിമ ഉചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വത ഇവ ധരണീം ചലയൻ അയാസീഹി ഛത്രം പര ഉഷ്മ തിരണാർത്ഥം ഇവ ആദധാനഃ ദണ്ഡം ച ദാനവജനേഷു ഇവ സന്നിധാതും. ഭാവി മഹിമ ഉചിത ഗൗരവം, വരാനിരിക്കുന്ന മഹത്വത്തിന് യോജിച്ച ഗൗരവം, പ്രാക് മുൻകൂട്ടി, വ്യാവൃണ്വത ഇവ മനസ്സിലാക്കി കൊടുക്കാനാണോ എന്ന് തോന്നും വിധത്തിൽ, ഗാത്രേണ ധരണീം ചലയൻ ശരീരം കൊണ്ട് ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട്, വിറപ്പിച്ചുകൊണ്ട്, പര ഉഷ്മ തിരണാർത്ഥം ഇവ ശത്രുക്കളുടെ താപത്തെ തടുക്കാനാണോ എന്ന് തോന്നും വിധത്തിൽ ഛത്രം ഒരു കുടയും, അതുപോലെ തന്നെ ദാനവജനേഷു സന്നിധാതും ഇവ ദാനവജനങ്ങളിൽ അസുരന്മാരിൽ പ്രയോഗിക്കാനാണോ എന്ന് തോന്നും വിധത്തിൽ ദണ്ഡം ച ഒരു വടിയും ആദധാനഹ എടുത്തിട്ട്, അങ്ങനെ കൊടയും വടിയും ഒക്കെ എടുത്തിട്ട്, ത്വം അയാസീഹി ഗുരുവായൂരപ്പ അവിടുന്ന് പുറപ്പെട്ടു. അപ്പം ഇവിടെ യാഗശാലയിലേക്ക് നടക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഗൗരവം മുൻകൂട്ടി എല്ലാവരെയും അറിയിക്കാനാണോ എന്ന് തോന്നും വിധത്തിൽ, ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ താപത്തെ തടുക്കാനാണോ എന്ന വിധത്തിൽ എന്ന് തോന്നും വിധത്തിൽ ഒരു കുട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അസുരന്മാരിൽ പ്രയോഗിക്കാനാണോ എന്ന് തോന്നും വിധത്തിൽ ഒരു വടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ യാഗശാലയിലേക്ക് നടന്നു എന്ന് പറയാണ്. ഇനി 8ാമത്തെ ശ്ലോകം. താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേദുഷി ത്വയിരുജാ തവ രുദ്ധനേത്രൈഃ ഭാസ്വാൻ കിമേഷ ദഹനോന്നു സനത്കുമാരോ യോഗി നുകോയമിതി ശുക്രമുഖൈ ശശങ്കേ. പദം മുറിച്ച് പറയാം. താം നർമ്മദ ഉത്തരതടേ ഹയമേധശാലാം ആസേദുഷി ത്വയി രുജാ തവ രുദ്ധനേത്രൈഃ ഭാസ്വാൻ കിം ഏഷ ദഹനഃ നു സനത്കുമാരഃ യോഗി നു കഹ അയം ഇതി കോയമിതി ശുക്രമുഖൈഃ ശശങ്കേ. ത്വയി നർമ്മദ ഉത്തരതടേ അവിടുന്ന് നർമ്മദയുടെ വടക്കേ തീരത്തുള്ള താം ഹയമേധശാല ആസേതുഷി ആ അശ്വമേധ യാഗശാലയിലേക്ക് എത്തിയ സമയത്ത് തവരുജ രുദ്രനേത്രൈഹി അവിടുത്തെ തേജസ്സുകൊണ്ട് കണ്ണഞ്ചിപ്പോയ, അവിടുത്തെ തേജസ് കണ്ടിട്ട് കണ്ണഞ്ചിപ്പോയ ശുക്രമുഖൈഹി ശുക്രാചാര്യരെ തുടങ്ങിയവരെ ഏഷ ഭാസ്വൻ കിം ഇത് സൂര്യനാണോ, ദഹനഹാനു അഗ്നിയാണോ,
യോഗി സനത്കുമാരഃ നു. ഇനിയിപ്പോൾ യോഗിയായ സനത്കുമാരനാണോ? അയം കഹ, ആരാ ഇത്? ഇതി ശശങ്കേ, എന്ന് സംശയിച്ചു. അപ്പോൾ ആ അശ്വമേധശാലയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ യാഗശാലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ തേജസ് കൊണ്ട് കണ്ണഞ്ചിപ്പോയ ശുക്രാചാര്യരെ തുടങ്ങിയവർ ഏഷ ഭാസ്വൻ കിം, ഇതെന്താണ്? ഏഷ കിം, സൂര്യനാണോ? ഇതെന്താണ്? സൂര്യനാണോ? യോഗിയായ സനത്കുമാരനാണോ? അകലെ നിന്ന് നോക്കിയപ്പോൾ ഇതെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഏഷ കിം, ഒരു പ്രകാശമാണെന്നാണ് ആദ്യം അവർക്ക് തോന്നിയത്. കുറച്ചുകൂടെ നടന്ന് അടുത്തെത്തിയപ്പോൾ എന്തായാലും സൂര്യനല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അഗ്നിയാണോ എന്ന് ചോദിക്കുകയാണ്. കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി ഇത് പ്രകാശമല്ല, ഒരു ആൾരൂപമാണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അയം കഹ, ഇതാരാണ്? സനത്കുമാരനാണോ? അങ്ങനെയൊക്കെ അവർ സംശയിച്ചു എന്ന് പറയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈസ്ത്വാം രമ്യരൂപമസുരപുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിജ്യ പാദോ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. പദമുറിച്ച് പറയാം. ആനീതം ആശു ഭൃഗുഭിഃ മഹസ അഭിഭൂതൈഃ ത്വാം രമ്യരൂപം അസുരഃ പുളക ആവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിജ്യ പാദൗ തത് തോയം അന്വധൃത മൂർധനി തീർത്ഥം. മഹസ അഭിഭൂതൈഃ ഭൃഗുഭിഃ ആശു ആനീതം. ഭഗവാന്റെ ആ ഉജ്ജ്വല തേജസ്സിന് അടിമകളായിപ്പോയ ഭൃഗു മുതലായവരെ ആശു ആനീതം, പെട്ടെന്ന് തന്നെ എതിരേറ്റ് ആനയിച്ചു. രമ്യരൂപം ത്വാം, മനോഹരമായ രൂപത്തോടുകൂടിയ അവിടുത്തെ കണ്ടിട്ട് സുഹൃതി അസുരഃ പുളകാവൃതാംഗഃ, സുഹൃതിയായ അസുരൻ ഉൾപ്പുളകത്തോടു കൂടിയിട്ട് രോമാഞ്ചത്തോടു കൂടിയിട്ട് ഭക്ത്യാസമേത്യ, ഭക്തിയോടുകൂടി അടുത്ത് വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പാദൗ പരിണിജ്യ, കാൽ കഴുകിച്ച് തീർത്ഥം തത് തോയം, തീർത്ഥങ്ങളിൽ വെച്ച് തീർത്ഥമായ തത് തോയം, ആ ജലം മൂർധനി അന്വധൃത, മൂർധാവില് തളിച്ചു. അപ്പോൾ വാമനമൂർത്തി ആ യാഗശാലയിലേക്ക് എത്തിയ സമയത്ത് ഭൃഗു മുതലായവരെ പെട്ടെന്ന് തന്നെ ആനയിച്ച് എതിരേൽക്കാണ്. അതിമനോഹരമായ ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് സുഹൃതിയായ ബലി ഉൾപ്പുളകത്തോടുകൂടി ഭക്തിയോടെ ഭഗവാന്റെ അടുത്ത് വന്ന് കാൽ കഴുകിച്ച് സകല തീർത്ഥങ്ങളെയും പരിശുദ്ധീകരിക്കുന്ന ആ പാദതീർത്ഥം, ഭഗവാന്റെ ആ പാദതീർത്ഥം ബലി സ്വന്തം ശിരസ്സിൽ തളിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസദോന്നു തദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാ. പദമുറിച്ച് പറയാം. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിഃ ദ്വിജേഷു വിശ്വാസതഃ നു തദിദം ദിദിജഃ അഭി ദിദിജോഭി ലേഭേ യത് തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം സ ത്വം വിഭോ ഗുരുപുരാലയ പാലയേഥ. തേ യത് പദാംബു, ഭഗവാന്റെ യാതൊരു പാദതീർത്ഥം, ഗിരിശസ്യ ശിരോഭിലാള്യം, ശ്രീ പരമേശ്വരൻ ശിരസ്സിലേറ്റി ഉപചരിക്കുന്നുവോ, തത് ഇതം, ആ ഇതിനെ, ആ പാദതീർത്ഥത്തെ, ദിദിജഃ അഭി, അസുരനായിട്ടും, അയം, ഈ മഹാബലി,
പ്രഹ്ലാദ വംശജതയാ, പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടോ, ക്രതുഭിഹി വളരെയധികം യാഗങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ, ദ്വിജേഷു വിശ്വാസതഃ നു ബ്രാഹ്മണരിലുള്ള വിശ്വാസം കൊണ്ടോ ലേഭേ ലഭിച്ചു, മഹാബലിക്ക് ലഭിച്ചു. ഹേ വിഭോ ഗുരുപുരാലയ, ഗുരുവായൂരപ്പ, സ ത്വം അവിടുന്ന്, മാം പാലയേത എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഇവിടെ മഹാദേവൻ തൻ്റെ ശിരസിൽ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ പാദതീർത്ഥം അസുരനായ മഹാബലിക്ക് പോലും ലഭിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു? മേൽപ്പത്തൂര് പറയാണ്, പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്ന ആളല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ അനേകം യാഗങ്ങൾ ചെയ്ത ആളല്ലേ, അതുകൊണ്ടുമാകാം. ഇനി അതുമല്ലെങ്കിൽ ബ്രാഹ്മണരിലുള്ള അതിരുകവിഞ്ഞ വിശ്വാസം കൊണ്ടുമാകാം. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 30ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.